ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായ ഹൃദയതലങ്ങളിലേക്ക് പകരുന്ന ദൂത് യേശുവിൽ നിന്ന് കേട്ടത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിവൃത്തിയാകുക, അതിൻ്റെ പൂർത്തീകരണം ഉടനെ നിങ്ങൾ കാണും. പരിശുദ്ധാത്മാവ് ഈ ദൂത് ആഴമായി വെളിപ്പെടുത്തുക, ഹൃദയത്തിൽ വലിയൊരു പ്രേരണ പകരുന്നു. യേശു പറഞ്ഞത് ഉടനെ നിങ്ങൾ കാണും. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 2 വാക്യം, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവേൻ. പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ശബ്ദമിതാ, നിങ്ങൾ ഉടനെ കാണും. തൻ്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഉടനെ കാണും. ഇന്ന് വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഉടനെ കാണും. എൻ്റെ വാഗ്ദത്തം എവിടെ? എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവം ഒരുക്കിയ നന്മ എവിടെ എന്ന് ഒരു ചോദ്യത്തോടെ, അതിന് ഒരു മറുപടി ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ഇന്നും ലഭിക്കാതെ ജീവിതത്തിൽ അത് മറവായിരിക്കുന്ന കുടുംബങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതിത ദൈവം ഉടനെ അത് കേൾപ്പിക്കും. അതിനകത്ത് ഒരു വ്യക്തത ദൈവം ഈ ദിവസങ്ങളിൽ സംസാരിച്ചിരിക്കും. എവിടെയാന്ന് വചനം പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. ദൈവത്തിൻ്റെ വൈതിലെ എവിടെ പുറപ്പെടണമെന്നും എവിടെ ചെല്ലണമെന്നും എന്ത് ചെയ്യണമെന്നും നിയന്ത്രിക്കുന്ന ഒരു ദൈവം, ആ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് ആഴമായി വിശ്വസിച്ചു. ഉടനെ നിങ്ങൾ അത് കാണും. യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ആലോചന ആഗ്രഹിച്ച് മാത്രം കാത്തിരിക്കുന്നവരുണ്ട്. കർത്താവ് പറഞ്ഞ ദൂത് അതുമാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറാവൂ, എൻ്റെ ജീവിതത്തിൽ നടക്കാവൂ, അങ്ങനെ മാത്രം സംഭവിക്കാവൂ. ഇന്നും ആ തലത്തിൽ ഹൃദയത്തിൽ ഭയപ്പെട്ടും ഹൃദയത്തിൽ ആകുലതയോടെ അങ്ങനെ ഒത്തിരി വിഷമത്തോടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദത്തെ അത്രമാത്രം വിശ്വസിക്കുന്നവർ, ദൈവത്തിൻ്റെ ദൂതുകളെ അത്രമാത്രം ഏറ്റെടുക്കുന്നവർ, വചനം കേൾക്കുക, പരിശുദ്ധാത്മ ശക്തമായി വെളിപ്പെടുത്തുക. അത് ദൈവത്തിൻ്റെ പൈതലെ അത് മാറത്തില്ല കേട്ടോ, ഇനി താമസിക്കത്തില്ല, ഇനി ഉടനെ നിങ്ങൾ കാണും. ദൂത് കേട്ടിട്ട് നാളുകളായി, ആലോചന കേട്ടിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുക, മാസങ്ങൾ കഴിഞ്ഞിരിക്കുക. ചില വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ദർശനങ്ങളൊക്കെ ദൈവം കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് നാളുകളായി, ദിവസങ്ങൾ പോയി. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി ഏറ്റെടുത്തു. ഉടനെ അത് കാണും. നിങ്ങൾ ഉടനെ അത് കാണും. വഴിതെറ്റിക്കുക ശത്രുവിനെ കഴിയത്തില്ല. വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറ്റുക ശത്രുവിനെ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. മുമ്പിൽ ചെങ്കടൽ അത് മാറുന്നത്, അത് വഴിയായി തീരുന്നത് ഉടനെ നിങ്ങൾ കാണും. ആ മാറ ജീവിതത്തിൽ മധുരമായി മാറുന്നത് നിങ്ങൾ ഉടനെ കാണും. താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ മുറിച്ച് വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഉടനെ കാണും. ജീവിതത്തിൻ്റെ മേഖലകളിൽ തടസ്സമായി നിൽക്കുന്ന എരിഹോ മതിൽ അത് ഇടിഞ്ഞ് വീഴുന്നത് ഉടനെ കാണും. ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങളോട് പരിശുദ്ധാത്മ പ്രവചിക്കുക. ഈ ദൂത് വിശ്വസിച്ചോ, മാറ മധുരമാക്കിയവൻ്റെ കൃപ, ആ ശക്തിയും ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ വെളിപ്പെട്ട് വരാൻ പോവുക. ഉടനെ കാണാൻ പോവുക. കയ്പ് മാറുന്നതും മധുരമായി തീരുന്നതും ഉടനെ കാണാൻ പോവുക. കണ്ണുനീര് മാറുന്നതും സന്തോഷമായി തീരുന്നതും ഉടനെ കാണാൻ പോവുക. പരിശുദ്ധാത്മ പറയുന്നു, തലമുറയുടെ ഭാവി വെളിപ്പെട്ട് വരുന്നത് ഉടനെ കാണും. ഉടനെ കാണും. വിശ്വസിക്കട്ടെ, ദൂത് ഏറ്റെടുക്കട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം ഉടനെ കാണും. ശിഷ്യന്മാർ കണ്ടില്ലേ കർത്താവ് പറഞ്ഞത്? ഉടനെ അവർ കണ്ടില്ലേ? അതുപോലെ തന്നെ നിവൃത്തിയാകാൻ പോവുക. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറുത് കാണാൻ പോവുക. ഇന്ന് വരെ കാണാത്തത്, ഇന്ന് വരെ ദർശിക്കാത്തത് ദൂതിൽ മാത്രം ചലിക്കുന്ന ദൈവമല്ല, അത് ദർശിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി. ഇതാ നിങ്ങൾ ഉടനെ കാണും.
ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ഈ ദൂത് കുറിച്ചിടട്ടെ. ഉടനെ കാണും. അപ്രകാരം ദൈവസന്നിധി പറ, ഉടനെ ഞാനത് കാണും. ആ വിടുതൽ കാണും, ആ ദൈവപ്രവൃത്തി കാണും, ആ വാഗ്ദത്തം ഞാൻ ഉടനെ കാണും. അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവിന് വിശ്വസിക്കട്ടെ. ദൈവം അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയം ചോദിച്ചവരുടെ വിഷയങ്ങളൊക്കെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം മതിയായ ദൈവ. കർത്താവ് വിശ്വസ്തന. ഈ ദിവസങ്ങളിൽ വഴി തുറക്കണം, ഈ ദിവസങ്ങളിൽ വാതിൽ തുറക്കണം. ഉടനെ കാണുമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞ ദൂത കൈമാറിയത് അത് ഉടനെ തന്നെ കാണും. പൂർണ്ണമായ ആ ദൂതിൽ വിശ്വസിക്കുന്ന കർത്താവെ, ദൈവമക്കളെ സഹായിക്കണം. തകർന്നിരിക്കുന്ന, നുറങ്ങിയിരിക്കുന്ന ജീവിതസ്ഥിതിയിൽ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കായി പ്രാർത്ഥിക്കുക. ഒരത്ഭുതം ഇന്ന് ദൈവം വെളിപ്പെടുത്തണം. ഇന്ന് അവരുടെ വിഷയത്തെ ദൈവം തൊടണം. അപ്രകാരമുള്ള ദൈവപ്രവൃത്തി കുടുംബത്തിൽ നടക്കട്ടെ, ജീവിതത്തിൻ്റെ മേഖലയിൽ നടക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.